നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻപ് ക്ഷേത്രഭരണത്തിൽ RSS പിടിമുറുക്കുന്നു എന്ന പരാതി ഉയർത്തിയത് CPM ആണ്. തുടർന്ന് ക്ഷേത്രഭരണം പിടിക്കാൻ പ്രത്യേക ആളുകളെയൊക്കെ നിയോഗിക്കുകയും ചെയ്തിരുന്നു CPM. കേരളത്തിൽ എവിടെ ചെന്നാലും തൻ്റെ മുഖം, തൻ്റെ ഫുൾ ഫിഗർ, ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ സർക്കാർ ഖജനാവിൽ നിന്ന് പരസ്യത്തിനായി ഒഴുക്കുന്നത് കോടാനുകോടി രൂപ. പൊതുനിരത്തിലും സർക്കാർ ഓഫീസിലുമൊക്കെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും ഫുൾ ഫിഗറും വെക്കുന്നതിൽ നമുക്കാർക്കും തടസ്സമില്ല. എന്നാൽ ആലപ്പുഴ ജില്ലയിലെ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ലെക്സ് ഉയർത്തിയിരിക്കുന്നു. ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ ഹൈക്കോടതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തുടങ്ങിയവരുടെ ചിത്രങ്ങൾ പതിച്ച ഫ്ലെക്സ് അടിച്ചത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷേത്രങ്ങളുടെ ചുമതലക്കാരനും ട്രസ്റ്റിയുമാണ്, എന്നാൽ ഉടമസ്ഥനല്ല എന്ന് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി. ഭഗവാനെ കാണാനാണ് ഭക്തർ ക്ഷേത്രത്തിൽ വരുന്നത്, അല്ലാതെ അഭിവാദ്യമർപ്പിച്ച് ഫ്ലെക്സ് കാണാനല്ല. ഉത്തരവാദിത്തപ്പെട്ടവർ ഫ്ലെക്സ് എന്തുകൊണ്ട് അവിടെ നിന്ന് എടുത്തുമാറ്റിയില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു. ശബരിമല ഇടത്താവളമായ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഫ്ലെക്സ് അടിച്ചു വെച്ചത് അനുവദിക്കാൻ കഴിയില്ല. ഫ്ലെക്സിന് മുടക്കുന്ന കാശ് അന്നദാനത്തിന് മുടക്കിയാൽ അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുമെന്നും ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ പറഞ്ഞു. ഭഗവാനെ ആരാധിക്കാനാണ് വിശ്വാസികൾ ക്ഷേത്രത്തിൽ വരുന്നത്, അതല്ലാതെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് കണ്ട് അഭിവാദ്യമർപ്പിക്കാനല്ല. മർമ്മത്ത് തന്നെ കൊടുത്തു. കോടതികൾക്കെതിരെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നു. പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിന്റെ മേലെ കോടതി എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നെന്നും മാധ്യമങ്ങൾ ഉടനെ അത് വലിയ വാർത്തയാക്കി മാറ്റുന്നുവെന്നുമാണ് ഹൈക്കോടതി വിമർശനങ്ങളെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുമ്പോൾ സംസ്ഥാനത്തെ SDR ഫണ്ടിൽ 588.95 കോടി രൂപയുണ്ടായിരുന്നതായി മുഖ്യമന്ത്രി ഇന്നലെ സമ്മതിച്ചു. ഈ കണക്കുകൾ ചോദിച്ച് ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിനെ മുച്ചൂടും വിരട്ടിയിരുന്നു. സർക്കാരിന്റെ പക്കൽ ഒരു കണക്കുമില്ല എന്ന് കോടതി പരിഹസിച്ചു. കണക്കുകൾ നൽകാൻ ഹൈക്കോടതിയോട് സാവകാശം ചോദിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത്. വിവിധ വകുപ്പുകളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും ശേഖരിച്ചു കൊടുക്കേണ്ട മറുപടി ഒറ്റ ക്ലിക്കിൽ കൊടുക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളൊക്കെ അപ്പോൾ തന്നെ കിട്ടണമെന്ന് കോടതികൾ ആഗ്രഹിക്കുന്നു. വിവരങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന കോടതിയുടെ ഭാഗമായിട്ടുള്ള ജസ്റ്റിസിന് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിന് മേലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നു. മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കി മാറ്റുന്നു. ഹൈക്കോടതിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വന്നാൽ അത് കൊടുക്കാൻ സർക്കാർ എപ്പോഴും തയ്യാറാണ് എന്നൊക്കെ മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ചിരുന്നു. പലപ്പോഴും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ജസ്റ്റിസുമാരെ പരസ്യമായി അപമാനിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ മാടമ്പി എന്നൊക്കെ വിളിച്ച് പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിച്ചത് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. കോടതികളെ കൊണ്ട് തോറ്റു എന്നതാണ് ഇപ്പോൾ പിണറായി വിജയന്റെ അവസ്ഥ. ഇന്നും ഹൈക്കോടതി എടുത്തേറിലാക്കി സർക്കാരിനെ. തിരുവനന്തപുരം വഞ്ചൂർ ജംഗ്ഷനിൽ റോഡിന്റെ ഒരു വശം പൂർണ്ണമായി അടച്ച് CPM പാളയം ഏരിയ സമ്മേളനത്തിനായി സ്റ്റേജ് ഒരുക്കിയിരുന്നു. ഈ സംഭവത്തിൽ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നേരിട്ട് ഹാജരായി വസ്തുതകൾ വിശദീകരിക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട രേഖകളുമായി വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാകണം. ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. പൊതുവഴികൾ തടസ്സപ്പെടുത്തി പരിപാടികളും മറ്റും നടത്തരുത് എന്ന മുൻ ഉത്തരവുകൾ ഒട്ടേറെ ഉണ്ടായിട്ടും ഇതെല്ലാം നഗ്നമായി ലംഘിക്കുന്നു. പരിപാടി നടന്നത് പൊതുറോഡിലാണ്. ഇത് കോടതിയലക്ഷ്യ നടപടിയാണ്. ആരാണ് യോഗത്തിൽ പങ്കെടുത്തത് എന്ന് കോടതി ചോദിച്ചു. സ്വമേധയാ കേസെടുക്കുന്ന കാര്യവും ആലോചിക്കുന്നുവെന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്. ഡിസംബർ 5 ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വഞ്ചൂർ കോടതി പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിലൂടെ പോകുന്ന റോഡ് അടച്ചുകെട്ടിയതിനെതിരെ അഭിഭാഷകനായ N. പ്രകാശാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച കോടതി ഈ വിഷയത്തിൽ സുപ്രീം കോടതിയും 2021 ജനുവരി 8 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും പുറപ്പെടുവിച്ച ഉത്തരവുകളുടെ ലംഘനമാണ് നടത്തിയത് എന്ന് കണ്ടെത്തി. സർക്കുലറുകൾ ഒക്കെ കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുന്നു. സാഹചര്യങ്ങൾ മുൻപുണ്ടായിരുന്നതിലും മോശമാണ് എന്ന് കോടതി പറഞ്ഞു. എറണാകുളത്ത് കോർപ്പറേഷൻ ഓഫീസിന്റെ ഇരുവശങ്ങളിലുമുള്ള നടപ്പാതയിൽ കസേര നിരത്തിവെച്ചിരിക്കുന്നത് കണ്ടു. എറണാകുളം ജില്ലാ ആശുപത്രിയുടെ മുന്നിലൂടെ ഒട്ടേറെ കാൽനടക്കാർ പോകുന്ന വഴിയാണിത്. ഇതുപോലെ വഞ്ചൂരിൽ നടന്നതും ഗൗരവമായി കാണുന്നു.
ആരാണ് യോഗം നടത്തിയത്, ആരൊക്കെ യോഗത്തിൽ പങ്കെടുത്തു, ഏതൊക്കെ വാഹനങ്ങളാണ് അവിടെ ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയിക്കണമെന്നാണ് കോടതി പറഞ്ഞത്. ഇക്കാര്യത്തിൽ പോലീസ് ഓഫീസർക്ക് തടി തപ്പാൻ കഴിയില്ല. കാരണം വീഡിയോ ദൃശ്യങ്ങൾ കോടതിയുടെ മുന്നിലുണ്ട്. മുൻപും ഹൈക്കോടതി അവർക്ക് തോന്നിയതുപോലെ ചില അഭിപ്രായങ്ങൾ പറയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന നടത്തിയിരുന്നു. അതിനെതിരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ശക്തമായ മുന്നറിയിപ്പ് നൽകി. തന്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണ് എന്ന് ദേവൻ രാമചന്ദ്രൻ അന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തി. പറയാനുള്ളത് താൻ പറയുമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത്. ആരും രാജാവാണെന്ന് കരുതരുത്. അന്ന് അടിമാലിയിലെ മറിയക്കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഹൈക്കോടതി തോന്നുന്നത് പോലെ പലതും പറയുമെന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിൽ നടപ്പാക്കാൻ കഴിയുന്നത് നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആരും രാജാവല്ലെന്നും ചെയ്യുന്ന ശീലങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നത് നല്ല ശീലമല്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അന്ന് ഓർമ്മപ്പെടുത്തി. വിധി പറയുന്നത് മൂല്യങ്ങൾ മുൻനിർത്തിയാണ് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൃത്യമായി അന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തിയിരുന്നു. രാജ്യവും പ്രജകളുമില്ലെങ്കിൽ രാജാവില്ല എന്ന് ചിലർ ഓർക്കണമെന്നാണ് അന്ന് ജസ്റ്റിസ് പറഞ്ഞത്. സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ഉയരുന്ന നിരന്തര വിമർശനങ്ങൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അലോസരപ്പെടുത്തുന്നത് ചില്ലറയല്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.